ജോസഫ് മുണ്ടശ്ശേരി അനുസ്മരണ സമ്മേളനം പ്രൊഫസർ സി രവീന്ദ്രനാഥ് എം.എൽ.എ ഉദ്ഘാടനം ചെയ്തു. ജോസഫ് മുണ്ടശ്ശേരി അനുസ്മരണ സമ്മേളനം പ്രൊഫസർ സി രവീന്ദ്രനാഥ് എം.എൽ.എ ഉദ്ഘാടനം ചെയ്തു. കേരളം ഇന്ത്യക്ക് സമ്മാനിച്ച അതുല്യ പ്രതിഭയാണ് മുണ്ടശ്ശേരി മാഷെന്ന് സി രവീന്ദ്രനാഥ് എം.എൽ.എ അഭിപ്രായപ്പെട്ടു. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ നിലനിന്നിരുന്ന അനീതികളെയും തെറ്റായ പ്രവണതകളെയും തിരുത്തി വിദ്യാഭ്യാസ രംഗത്തെ ശുദ്ധീകരിക്കുന്നതിൽ വലിയ പങ്കാണ് മുണ്ടശ്ശേരി മാഷ് നിർവഹിച്ചത്. ലോകത്തിന്റെ മുമ്പിൽ ഇന്ന് അഭിമാനത്തോടെ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു കേരളത്തെ രൂപപ്പെടുത്തുന്നതിലും മുണ്ടശ്ശേരിക്ക് വലിയ പങ്കുണ്ടെന്ന് സി രവീന്ദ്രനാഥ് പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് താന്യം ഡിവിഷൻ മെമ്പർ കെ.പി. സന്ദീപ് അധ്യക്ഷത വഹിച്ചു. മണലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി.കെ. ചന്ദ്രൻ, കാരമുക്ക് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി.ആർ. മുരളീധരൻ, പി.ടി.എ. പ്രസിഡന്റ് സുബിൻ, സ്റ്റാഫ് പ്രതിനിധി ബില്ലു നാരായണൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി. സജീന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിലാസിനി വേണുഗോപാൽ, വാർഡംഗങ്ങളായ ജോജു തേക്കാനത്ത്, കെ.വി. ഡേവിസ്, സുധർമ്മൻ ചിരികണ്ടത്ത്, സുഗില മോഹനൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ്, സ്കൂൾ ഹെഡ്മിസ്ട്രസ് ബീന കെ. മേനോൻ എന്നിവർ സംസാരിച്ചു. വിദ്യാഭ്യാസത്തെ അനന്യമായ തലങ്ങളിലേക്ക് ഉയർത്തിയ വിദ്യാഭ്യാസ മന്ത്രി. അതുകൊണ്ടാണ് പ്രതിഭ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. തൻ്റെ ജോലി എന്ന രീതിയിൽ പ്രഗത്ഭനായ അധ്യാപകൻ, സർഗപരമായ കഴിവ് എന്ന രീതിയിൽ പ്രഗത്ഭനായ സാഹിത്യകാരൻ, ഇതെല്ലാം ചേർന്ന് ഒരു ഭരണാധികാരി എന്ന രീതിയിൽ മന്ത്രി, ഇങ്ങനെ പ്രതിഭ എന്നത് അക്ഷരാർത്ഥത മുണ്ടശ്ശേരി മാഷാണെന്ന് പറയാവുന്ന ഒരവസ്ഥ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുകയാണ്. ആ മുണ്ടശ്ശേരി മാഷിയാണ് നമ്മൾ ഓർക്കുന്നത്. അതും മുണ്ടശ്ശേരി മാഷിന്റെ പേരിലുള്ള സ്കൂളിൻ്റെ അങ്കണത്തിൽ. സ്വാഭാവികമായിട്ടും ഓർക്കുക എന്നത് മാത്രമാണോ ലക്ഷ്യം? ഓർക്കുക എന്നത് പരമപ്രധാനമായ ലക്ഷ്യമാണ്. നമ്മൾ ആദരാഞ്ജലികൾ അർപ്പിച്ചു. അത് മാത്രമല്ല ലക്ഷ്യം. നമ്മുടെ നിയോജകമണ്ഡലം ഇത്തരത്തിലുള്ള നിരവധി പ്രതിഭകളുടെ നാടാണ്. മുണ്ടശ്ശേരി മാസ്റ്റർ, യൂസഫ് അലി കേച്ചേരി, കോവിലൻ, പുത്തേഴൻ തുടങ്ങി അതിപ്രഗത്ഭരായ വ്യക്തികളുടെ നാടാണ്.